ഹായ് ചെല്ലക്കിളീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പ വേണേലും പൊട്ട. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഇന്നൊരു കിടിലം ചലഞ്ചുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചലഞ്ചിന്റെ പേര് 5 minutes ഡ്രോയിങ് ചലഞ്ച്. അത് എന്താന്ന് വെച്ചാല്, അതായത് നമുക്കിവിടെ നമ്മളൊരു സ്പിന്നിങ് വീല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്പിന്നിങ് വീല് ഓരോരുത്തരും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പിന്നിങ് വീല് വന്ന് ഏത് നമ്പറിന്റെ നേർക്കാണോ നിൽക്കുന്നത് ആ നമ്പർ ഉള്ള പിക്ചേഴ്സ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിക്ചർ 5 മിനിറ്റ് കൊണ്ട് വരയ്ക്കണം. ഏറ്റവും നന്നായിട്ട് വരയ്ക്കുന്ന ആളായിരിക്കും വിന്നർ. ഇന്നൊരു വ്യത്യാസമുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളുടെ പടം വരയ്ക്കാനായിട്ട് ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ട്വിറ്ററിനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി കൊച്ചുകുട്ടിയാണെന്ന് വിചാരിക്കണ്ട, നമ്മളെക്കാൾ നന്നായിട്ട് അവൻ വരയ്ക്കും കേട്ടോ. വരയ്ക്കും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ ഇതിന് 3 റൗണ്ട്സ് ഉണ്ട് കേട്ടോ. 3 റൗണ്ട്സ് ആയിട്ട് 9 പിക്ചേഴ്സ് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് നീ തന്നെ തുടങ്ങിക്കോ. ഞാനോ? അയ്യോ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ കേട്ടോ. പിന്നെ ചെയ്യുവാണേ. നമ്പർ 4 അല്ലേ? നമ്പർ 4 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് എന്റെ പിക്ചർ. ലാസ്റ്റ് ഓപ്പൺ ചെയ്താൽ പോരെ? ഒരുമിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ. അപ്പൊ എന്റെ 4 ആണോ കേട്ടോ നമ്പർ. അടുത്ത് റൊട്ടേറ്റ് ചെയ്തോ. നമ്പർ 2. അപ്പൊ ഞാൻ റൊട്ടേറ്റ് ചെയ്തോ. നമ്പർ 8. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇല്ല, ആദ്യം ചേച്ചി ലാസ്റ്റ്. അപ്പൊ ചേച്ചി ആദ്യം ഓപ്പൺ ചെയ്തോ. പിക്ചർ നല്ല പൊളി പിക്ചറാണ് കേട്ടോ. പക്ഷെ എനിക്കിത് വരയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രം ചെറിയൊരു ഡൗട്ട്. നല്ല റെയിൻബോയും പൂക്കളും പുഴകളും പൊളിയാണ് കേട്ടോ. അപ്പൊ ടൂറിനുള്ള പിക്ചറാണ്. സൂപ്പർ. ഒരു സൂപ്പർ പുലിക്കുട്ടിയാണ്. കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടു. ഓക്കെ. പിന്നെ ഞാൻ ഓപ്പൺ ചെയ്യാവേ. കണ്ടോ, അവർക്ക് 2 പേർക്കും നല്ല ക്യൂട്ട് ആയിട്ടുള്ള പിക്ചർ. എനിക്ക് ക്യൂട്ട് ആയിട്ടുള്ള ഒരു പൂവിന്റെ പടം. കൊള്ളാല്ലേ? അപ്പൊ 3 പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഒരുമിച്ച് കാണിക്കണം. അപ്പൊ നമ്മുടെ 3 പേരുടെയും പിക്ചേഴ്സ് ഇതാണ് കേട്ടോ. കണ്ടോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാം റെഡിയാക്കി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. എല്ലാം സെറ്റ് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിക്കാം. 3 പേർക്ക് നമ്മൾ കളറിംഗ് ബുക്സും നമ്മൾ സ്കെച്ചും ക്രയോൺസും പിന്നെ പെൻസിലും റബ്ബറും ആണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ 3 പേർക്കും ഒരുപോലത്തെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡിയാക്കിയോ? പേജ് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാരും റെഡിയാണോ? ഇല്ല, ഞാൻ റെഡിയായില്ല. അതപ്പോ എടുക്കാം. സമയമുണ്ട്, 5 മിനിറ്റ് സമയമുണ്ടല്ലോ. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ. 5 മിനിറ്റ് ഉണ്ടല്ലോ. എന്നൊരു സമാധാനം ഉണ്ട്. ട്യൂറ്റിന് ഇപ്പോഴേ വര തുടങ്ങി. അല്ലെങ്കിൽ ഭയങ്കര വരപ്പിസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ തുടങ്ങണം. ക്യൂട്ടായിട്ട് ഞാൻ ആദ്യമേ നമ്മുടെ റെയിൻബോ ആണേ വരച്ചു തുടങ്ങുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പിടിയില്ല കേട്ടോ. റെയിൻബോയില് ഞാൻ എന്റെ ഹെഡ് ആദ്യം വരയ്ക്കുന്ന. നിങ്ങളൊക്കെ പെട്ടെന്ന് തീരുമായിരിക്കും കേട്ടോ. നമുക്ക് 2 ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള 2 അനിമൽസിന്റെ പിക്ചറാണ്. പക്ഷെ ചേച്ചിക്ക് അങ്ങനെയല്ല. എനിക്ക് ഇതിലൂടെ വരയ്ക്കാനുണ്ട്. വലിയ ഇമേജ് ആവാൻ കിട്ടിയേക്കുന്ന. അപ്പം കുറച്ച് ടാസ്ക് ആണ് കേട്ടോ വരയ്ക്കാനായിട്ട്. ഞാൻ ഇങ്ങനെയൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. സംസാരിക്കേ? നീ എന്താ മിണ്ടാത്തെ? ആർക്കും ഫസ്റ്റ് വാങ്ങാൻ വേണ്ടി വരയ്ക്കുന്ന തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞാൻ ഒരു പൂവല്ല, പൂവിന്റെ ഇതളൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ. ഞാൻ എന്റെ കാലും എന്റെ കുട്ടികൾക്ക് കാലൊക്കെ ആട്ടോ ഞാൻ വരയ്ക്കുന്നത്. എനിക്കത് വലിയ പിടുത്തമില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒപ്പിക്കുന്ന പരുവത്തിനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആണോ? ഞാൻ വരച്ച പക്ഷെ കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. കുഴപ്പമില്ല. ചൂറ്റപ്പ ഒരു അനക്കമില്ല ചൂറ്റപ്പ. പക്ഷെ എനിക്ക് ഭയങ്കര സംസാരമാണ് ഇപ്പൊ. എന്ത് പറ്റിയോ? ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വരയ്ക്കാനൊക്കെ. നമ്മളീ മത്സരം പങ്കെടുക്കാൻ ട്യൂട്ടിനായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ്.
53 സെക്കൻഡ്. 53 സെക്കൻഡേ ഉള്ളൂ. 53 സെക്കൻഡേ ഉള്ളോ? അയ്യോ, ഈ കളർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. സ്റ്റോപ്പ്. അയ്യോ, അടിപൊളിയാട്ടോ. ഇല്ല, ഞാൻ വരച്ചതൊന്നുമില്ല. ഇല്ല തോന്നിയതാണോ എന്തോ? അല്ല, അതുപോലെ തന്നെ വരച്ചേക്കുന്നത് അല്ലേ? അതുപോലെ തന്നെയല്ലേ വരച്ചേക്കുന്നത്? അപ്പൊ അത് ഈ ചേച്ചി പിക്ചർ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പിക്ചർ. ഞാൻ ഭയങ്കര ഇല്ല, നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഡാർക്ക് ആയിട്ടാണ് നന്നായിട്ട് വരച്ചിട്ടുണ്ട് ചേച്ചി. അപ്പൊ ഞാന് ഇത് കണ്ടില്ല, റെയിൻബോയും പൂവും എനിക്ക് നന്നായി. റെയിൻബോ ഉണ്ട്, മേഘമുണ്ട്, ചിത്രശലഭം ഞാൻ വരച്ചിട്ടില്ല. പിന്നെ 2 പൂവ്, ഒരു കുഞ്ഞുമൊട്ട് ഒക്കെ വരച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഉദ്ദേശിച്ചത്രയും അങ്ങോട്ട് ആയിട്ടില്ല. ഞാൻ വരച്ച പിക്ചർ ഇതാണേ. കംപ്ലീറ്റ് ചെയ്യില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പൂവ് കണ്ട നന്നായിട്ട് വരച്ചേക്കുന്ന പൂവൊക്കെ കൊള്ളാല്ലേ. ടൂറ്റു കാണിച്ചേ. ടൂറ്റു വരച്ചിട്ടുണ്ട്. മുഖമൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം ഫേസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടല്ലേ? സത്യം പറഞ്ഞാൽ ടൂറിന് കുറച്ച് ടൈം ടൂറിന് കുറച്ച് ടൈം എടുത്ത് വരയ്ക്കണം. കാരണം എന്റെ വിശ്രം ചേച്ചി ഉണ്ടോ? അയ്യോ, അടിപൊളി, നല്ലതായിട്ട് വരച്ചല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യം വരച്ച് ഇഷ്ടപ്പെട്ടു. ടൂറിന്റെ മുഖം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങോട്ട് വരയ്ക്കാൻ അവന് ടൈം കിട്ടിയിട്ടില്ല. എനിക്കും ടൈം കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, നിനക്ക് അടുത്ത് സൂപ്പർ ആയിട്ട് വരയ്ക്കാം കേട്ടോ. ടൈം കിട്ടാത്തോണ്ടല്ലോ, കുഴപ്പമില്ല. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇത്രേ ഉള്ളേ. കളർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിന് ട്രൈ ചെയ്യാം. അപ്പോഴേ ഇതിൽ ആരാണ് വിന്നർ? നമ്മൾ 3 പേരുടെ പിക്ചർ ഇതാണ് കേട്ടോ. ഞാൻ അത്രയും പാർട്സ് കാര്യം ഉണ്ടായിരുന്നിട്ടേ, അത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ. ആ പൂക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഭാവം കണ്ടില്ലേ? നന്നായിട്ടിരിക്കുന്ന ഭാവം. ഞാൻ വിചാരിച്ചു ഇനി സമയം ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് വിചാരിച്ചു. 4 മിനിറ്റ് കാണുമെന്ന് വിചാരിച്ചു. അറിഞ്ഞില്ല, പെട്ടെന്ന് തീർന്നു അല്ലേ? 5 മിനിറ്റ് ആയി. അപ്പം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പം അടുത്ത റൗണ്ടിലേക്ക് പോവാമേ. അടുത്ത റൗണ്ടിൽ ആരാ ഫസ്റ്റ് സ്പിൻ ചെയ്തത്? നേരത്തെ ഞാനാ സ്പിൻ ചെയ്തത്. അപ്പൊ കൊച്ചുകുട്ടിയൊക്കെ വെയിറ്റ്. അതൊക്കെ ഓക്കെ. 3 ഓക്കെ. 3 ഞാൻ സ്പിൻ ചെയ്തോ? 5 അല്ലേ? 5 അല്ലേ വന്നേക്കുന്ന? 5 എന്താണോ ആവോ. ഇപ്പൊ ഞാൻ അടുത്തത് 9. അപ്പൊ നമുക്ക് 3 പേർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയ 5 ആണേ ചേച്ചി. എനിക്ക് കിട്ടിയത് 9 ആണേ. എനിക്ക് കിട്ടിയത് 6 അല്ല 3. അപ്പം ഓക്കെ, നമുക്കപ്പോ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യാം. അതിനൊരു പിക്ചർ ഉണ്ടോ? ഞങ്ങൾക്ക് 2 പേർക്ക് സീനറിയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. എനിക്ക് കിട്ടിയ കുഞ്ഞു കിളിയാട്ടോ. കുഞ്ഞു കിളിയാ കിട്ടിയേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സീനറി അല്ലേ? ഞാൻ കണ്ടില്ലേട്ടോ നിങ്ങളുടെ. കൊള്ളാം കേട്ടോ. വരയ്ക്കും. നമുക്ക് ടൈമർ ഞാൻ സെറ്റ് ചെയ്യട്ടോ. സ്റ്റഡി ആൻഡ് ഗോ. ഓക്കെ. അപ്പൊ ഞാനും ഇത്തവണ ഹെഡ് തന്നെ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് അതാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എളുപ്പം അതാണ് കേട്ടോ. കുഞ്ഞിക്കിളിയുടെ ഒക്കെ താഴെയുള്ള കുഞ്ഞു കുഞ്ഞു ഫെദേഴ്സ് ഒക്കെ ഞാൻ എങ്ങനെ വരയ്ക്കുവോ? അയ്യോ, വിചാരിച്ച പോലെ കേട്ടോ, കുറച്ച് വരയ്ക്കാൻ പാടാ. ഞാൻ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ ഫസ്റ്റ് ആ വീടൊക്കെ ഒന്ന് വരയ്ക്കുവാണ്. എനിക്ക് വാഴ വരയ്ക്കാനുണ്ട്. ബനാനേ നേരത്തെ വരച്ചു തന്നെ ടൈം പെട്ടെന്ന് പോയതുകൊണ്ട് ഞാൻ മാക്സിമം പെട്ടെന്ന് വരയ്ക്കാനാട്ടോ നോക്കുന്നത്. എനിക്കല്ലാണ്ട് ഞാനും അതെ കേട്ടോ, പറ്റുന്നില്ല. കുഞ്ഞിക്കിളിയുടെ സ്പീഡ് വരക്കണം കേട്ടോ, മക്കൾക്കില്ലെങ്കിൽ സമയം കിട്ടത്തില്ല. ഞാൻ വാഴയാണ് വരച്ചോണ്ടിരിക്കുന്നത്. ഏത്? ബനാന. എന്റെ കുളമായി കേട്ടോ പ്രശ്നം. ഞാന് എന്തൊക്കെയൊക്കെയോ എനിക്ക് കുറച്ച് പാടാട്ടോ. വിചാരിക്കുന്ന പോലത്തെ എളുപ്പമൊന്നും ഈ ഇതില്ല.
കുറച്ച് പാടാ. ടൂറ്റു എന്റെ മിണ്ടുന്നില്ലല്ലോ ലിറ്റ, എന്ത് പറ്റി? ബിസിയിലാണ്. നേരത്തെയും ഭയങ്കര ബിസി, അവന്റെ കോൺസെൻട്രേഷൻ പോകും എന്നാണ് എന്റെ ഒരു വിശ്വാസം. കളറടി പിന്നെ നേരത്തെ പോലെ. ഇത് എനിക്ക് എങ്ങനെ വരയ്ക്കണം ആക്ച്വലി അറിഞ്ഞുകൂടാ. എന്റെ ചിറകൊക്കെ വന്നിട്ട് ഇങ്ങനെയാണെന്നൊരു പിടിയില്ല. കളർ അടിക്കാൻ തുടങ്ങിയോ? കളർ അടിക്കാനൊക്കെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. ഞാൻ അതൊരു ഷെയ്ഡ് പോലെ ഇങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. സക്സസ് ആവുമോന്ന് എനിക്ക് അറിയത്തില്ല. ടൈമർ ഞാനൊരു ഓറഞ്ചും മഞ്ഞ ഒരു മിനിറ്റ് ഉള്ളേ. ഷെയ്ഡ് എനിക്ക് തോന്നി. 45 സെക്കൻഡ് ബ്ലാക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് കൊടുക്കാം. വിചാരിച്ച പോലെ അല്ല കേട്ടോ, നമുക്ക് ഈ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് അത് ഇത്രയും ടൈമിനുള്ളിൽ വരയ്ക്കാൻ കേട്ടോ, ഇത്രയും എനിക്ക് ഇത്ര ടൈം ഉണ്ട്. വരച്ചു തരുന്നു, പക്ഷെ ഒന്നും വരച്ചില്ല. ഞാനും തൃപ്തിയായില്ല. ടൂറ്റു എല്ലാ കണ്ടന്റ് വരച്ചു കേട്ടോ, പക്ഷെ കളർ ചെയ്യാനുള്ള സമയം അവന് കിട്ടിയില്ല. ആദ്യം പക്ഷെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എനിക്ക് പക്ഷെ ഫുള്ള് കളർ ചെയ്യാനൊന്നും പറ്റിയില്ല, എങ്കിലും ഫുള്ള് ചെയ്തു കേട്ടോ, നന്നായിട്ട് വരച്ചു. അതുപോലെ തന്നെ വരച്ചു, ഏകദേശം എല്ലാ എലിമെന്റും. ഇല്ല, ആ ടൂറ്റു എല്ലാം വരച്ചു, എലമെന്റ്സ് എല്ലാം വരച്ചു. കളർ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു കേട്ടോ, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലുള്ള മരവും എല്ലാ സാധനവും വരച്ചിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടാണ് അതുകൊണ്ട് വരയ്ക്കാൻ കുറച്ച് അപ്പൊ ക്രയോൺ എടുക്കാത്തത് കുഴപ്പമില്ല, അപ്പൊ നന്നായി വരച്ചല്ലോ. അപ്പം കാണിക്കാം. ഞാനാണെങ്കിൽ എനിക്ക് എല്ലാ സംഭവങ്ങളും ഞാൻ വരച്ചിട്ടുണ്ട്, എല്ലാ എലമെന്റും പക്കായിട്ട് വരച്ചിട്ടുണ്ട്, എല്ലാ സാധനവും വരച്ചിട്ടുണ്ട്. പക്ഷേ കളർ അടിക്കാനായിട്ട് ഒന്നും പറ്റിയിട്ടില്ല. എല്ലാരും അവരവരുടെ പിക്ചർ ചേച്ചി കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ചേച്ചി പിക്ചർ അതേപോലെ ലാൻഡ്സ്കേപ്പ് തന്നെയാണ് വരച്ചത്. അതേപോലെ തന്നെ വരച്ചു, ലാൻഡ്സ്കേപ്പിലാണ് വരച്ചത്. എന്റെ പിക്ചർ ഇതാണേ, എന്റെ പിക്ചർ ഇതാണ്. ഇതാണോ എന്റെ കുഞ്ഞിക്കിളി? സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എന്റെ കുഞ്ഞിക്കിളി കുഴപ്പമില്ല. അപ്പം ഇത്രേ ഉള്ളൂ. ഇതില് വിന്നർ ആരാന്ന് പറയണം കേട്ടോ. താങ്ക് യു. അടുത്തത് വാശിയേറിയ മത്സരമാണ് കേട്ടോ, നീ ജയിക്കണം. ഇനി ടൂറിനായിരിക്കും പറയാൻ പറ്റില്ല. ഇല്ല, എല്ലാരും ഇവനെ സപ്പോർട്ട് ചെയ്യണം. ഇത് കൊച്ചുകുട്ടിയല്ലേ, പക്ഷെ മക്കൾ അത്ര നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് പോവാം. എല്ലാരും റെഡി അല്ലേ തേർഡ് റൗണ്ടിലേക്ക് പോവാൻ? ഞാൻ റെഡിയാ. ഞാൻ റെഡിയാ. അപ്പൊ ലാസ്റ്റ് റൗണ്ട് നമ്മൾ സ്പിൻ ചെയ്തില്ല, കാരണം 3 ഉള്ളൂ. അപ്പൊ ഇത്രയും നേരം സ്പിൻ ചെയ്ത് ഈ കറക്റ്റ് നമ്പർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ മോളുടെ അടുത്താണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവളായിരിക്കും ഓരോരുത്തർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. താങ്ക് യു. ഓപ്പൺ ചെയ്യട്ടെ. എന്റെ പിക്ചർ കണ്ട് കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നുന്നു. എന്റെ പിക്ചർ കുഴപ്പമില്ല, ഇതും ടാസ്ക് തന്നെയാണോ? ടാസ്ക് ആണ് ഇത്. ആദ്യമായിട്ട് പിക്ചർ ടഫ് ആണ് കേട്ടോ, പക്ഷെ വരച്ച അടിപൊളിയായിരിക്കും. വരച്ച് ഇത് ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് കളർ ചെയ്ത് കാണിച്ചാൽ മതി. നന്നായിട്ട് വരച്ച, മാക്സിമം നന്നായിട്ട് വരച്ച കളർ ചെയ്യാം. ഇതെന്റെ ഒരു കാസ്റ്റിലിന്റെ പടമാണ്. കൊള്ളാം. സ്റ്റുഡന്റ് പിക്ചർ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. കുറച്ച് പൂന്തോട്ടം പോലത്തെ ഒരു പടമായിട്ട് കിട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് വരയ്ക്കാൻ ഒരു ടാസ്ക് പാടാണെന്ന് തോന്നുന്നു. എനിക്ക് ആദ്യം കിട്ടിയ പിക്ചർ പോലെയാണ് ഈ പിക്ചർ കിട്ടിയത്. അപ്പൊ എല്ലാവരും റെഡിയാണോ? ഐ ആം റെഡി. എല്ലാരും അത്യാവശ്യം സ്പീഡിലൊക്കെ വരയ്ക്കാൻ നോക്കിക്കോ കേട്ടോ, അതിന് പ്രത്യേകിച്ചും. എനിക്ക് തീരെ തോന്നുന്നില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടാ? റെഡിയാണോ? 3, 2, 1 സ്റ്റാർട്ട്. വരയ്ക്കാൻ കുറച്ചല്ല അധികം പാടാണ് എനിക്ക് വരയ്ക്കാൻ. ഇല്ല, ഞാനിവിടെ എനിക്ക് 2 കാസ്റ്റിൽ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ എനിക്കിത്
എനിക്കൊരു കുഞ്ഞ് സൂര്യകാന്തി പോലത്തെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതാണ് ആദ്യം വരച്ചത്, കാരണം അതിലുള്ളത് ഏറ്റവും വലിയ ഫ്ലവർ അത് അതായിരുന്നു. വരച്ച അപ്പൊ അതായിരുന്നു ഞാൻ ആദ്യം വരച്ച കേട്ടോ. അതാണ് നല്ലത്. ആയി കൊള്ളാം കേട്ടോ. റോജാ പൂന്തോട്ടം, എനിക്ക് ആ പാട്ടൊക്കെ ഓർമ്മ വരുന്നു ചേച്ചി. റോജാ പൂന്തോട്ടം കാതൽ വാസം. ഹരിമുരളീരവത്തിന്റെ അയ്യോ എന്നെ ഓർമ്മില്ല. എന്നെ ചേച്ചി എന്നെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ ആ പഴയ ഒരു പാട്ട് പഠിക്കുന്ന ഒട്ടും ഞാൻ വിചാരിച്ചില്ല എന്റെ പൊന്നെ ചേച്ചി. ഹൗസ് ആണേ. ഹൗസ് അല്ലേ, കാസ്റ്റിലല്ലേ? ഒരു കാസിൽ പോലത്തെ ഇമേജ് ആയിരുന്നു അത്. നന്നായിട്ട് കളറൊക്കെ അടിച്ചോ മക്കള്? നന്നായിട്ട്. എനിക്ക് വലിയ പാടാട്ടോ, എനിക്ക് വലിയ പിടുത്തമില്ല. ചുറ്റും നല്ലതായിട്ട് കളറൊക്കെ അടിക്കുന്നു. 43 സെക്കൻഡ് ആയേ. ഇരുപത്തെട്ടായേ. ഞാൻ ഓടിച്ചിട്ട് വരയ്ക്കുവാണ്. എനിക്ക് സംസാരിക്കാൻ പോലും ടൈം കിട്ടുന്നില്ല, എനിക്ക് അത്രയ്ക്ക് പാടുള്ള ഇമേജ് ആണ്. 7 സെക്കൻഡ് ആയേ. 3 അടിപൊളി ചുരുണ്ട പടം. അപ്പൊ ഞാനും എല്ലാ എലമെന്റുകളും ഇത്തവണയും വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം വരച്ചിട്ടുണ്ട്. അല്ല, കുറച്ച് 1-2 ഇത് ഞാൻ വരച്ചിട്ടില്ല. ക്ലാസ്സിലൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ക്ലാസ്സിൽ ചെരിഞ്ഞു പോയി, ഒരു വശത്തുനിന്ന് ഇങ്ങനെ പോയി. പിന്നെ മരം ആയതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ സമാധാനിച്ചു. പക്ക എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊളിയായിട്ട് വരച്ചു കേട്ടോ. എല്ലാ എലമെന്റുകളും വരച്ചിട്ടുണ്ട്. എല്ലാ എലമെന്റും വരച്ചിട്ടുണ്ട്, നന്നായിട്ട് വരച്ചിട്ടുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കാമേ. ആദ്യമായിട്ട് എല്ലാ എലമെന്റും ഉണ്ടല്ലോ. ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, എനിക്ക് കേട്ടോ. എനിക്ക് കിട്ടിയത് ഈ പിക്ചർ ആയിരുന്നു, പക്ഷെ ഞാൻ വരച്ചത് ഇതാ ഇങ്ങനെയാണ്. എല്ലാം വരയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വരച്ചു. ഞാൻ ഫുള്ള് വരയ്ക്കുന്നില്ല, എല്ലാം വരച്ചിട്ടുണ്ട്, കളർ അടിച്ചിട്ടുണ്ട്. ആ മലയുടെ മാത്രം അടിക്കാൻ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അവൻ നന്നായിട്ട് വരച്ച കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സൂപ്പറായിട്ട് വരച്ചു, അടിപൊളി. എനിക്ക് കിട്ടിയ കുറച്ച് ടഫായിട്ടുള്ള പിക്ചർ ആയിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഫുള്ള് വരയ്ക്കാൻ എനിക്കും വലിയ പിടുത്തമില്ല, എങ്കിലും എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഫുള്ള് കളർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതായിരുന്നു നമ്മുടെ 3 റൗണ്ട്സ്. ഈ റൗണ്ടില് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് 220 ആണ്. പക്ഷെ ഇതിന്റെ വിന്നറിനെ തെരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പം നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, നിങ്ങൾക്ക് അതാണോ ഇഷ്ടപ്പെട്ടത് നമുക്ക് അറിയണ്ടേ? കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ നമ്മൾ വീഡിയോ ഒരു ചലഞ്ചിങ് വീഡിയോസ് ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ കുഞ്ഞു ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഓർത്തത്. അപ്പൊ വീണ്ടും കാണുന്നവരിക്കും ദിസ് ഇസ് ആതിര, ദിസ് ഇസ് ആരോ, ദിസ് ഇസ് ടാനിയ.